ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഒരു വ്ളോഗാണ്, ഒരു ഡേ ഇൻ മൈ പ്രഗ്നൻസി ലൈഫ് എന്ന് പറഞ്ഞിട്ട്. ചുമ്മാ വലിയ വ്യത്യാസമൊന്നുമില്ല, നോർമൽ ലൈഫും പ്രഗ്നൻസി ലൈഫും വ്യത്യാസമൊന്നുമില്ല, ഒരേപോലെ തന്നെ. പിന്നെ ഞാൻ അങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും കാണിക്കുന്നില്ല. ജസ്റ്റ് എന്തൊക്കെ നമ്മൾ രാവിലെ ചെയ്യുന്നു, ഉച്ചയ്ക്ക് ചെയ്യുന്നു, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളൂ. ഞാൻ പിന്നെ രാവിലെ എണീറ്റ തൊട്ട് ഒന്നും വീഡിയോ ഒന്നും എടുത്തിട്ടില്ല, കാരണം അങ്ങനെയൊക്കെ എടുത്തുകൊണ്ടിരുന്ന ഞാൻ തന്നെയാണ് വീഡിയോ എടുക്കുന്നത്. പിന്നെ ടൈമിനെല്ലാം റെഡി ആവില്ല. എനിക്കിപ്പോൾ ഓഫീസിൽ പോകണം, ഞാനിപ്പോൾ ഓഫീസിൽ പോകാൻ റെഡിയായി നിൽക്കുകയാണ്. അപ്പം അതുകൊണ്ട് അങ്ങനെ എടുത്തിട്ടില്ല. ജസ്റ്റ് ചെറുതായിട്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കാണിക്കുന്നു, ഉച്ചയ്ക്ക് അങ്ങനെ എന്തൊക്കെ കാണിക്കുന്നേ ഉള്ളൂ. എന്നാൽ ഏകദേശമൊക്കെ മനസ്സിലാവും ഇതൊക്കെ തന്നെയാണ്, എല്ലാവരും ചെയ്യണം തന്നെ, വെറുതെ ചെയ്യാമെന്ന് കരുതിയിട്ടാണ്. അപ്പോൾ പിന്നെ വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, ഓവർ ടു ദ വീഡിയോ. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. കുറച്ച് സാമ്പാർ ഉണ്ടാക്കി, സാമ്പാറിൻ്റെ കൂടെ ഉപ്പുമാവ്. അത് രണ്ടും ഉണ്ടാക്കി കഴിഞ്ഞു. അച്ചു ഇപ്പം തന്നെ ഭക്ഷണം കഴിച്ചിട്ട് ഓഫീസിലേക്ക് പോകും. അതിന് മുന്നേ എല്ലാം റെഡിയാക്കി വെച്ചു. അച്ചു ഇപ്പോൾ കുളിക്കുകയാണ്. ഉപ്പുമാവ്, അപ്പോൾ കുറച്ച് ഉപ്പുമാവ് ഉണ്ടാക്കിയിട്ട് സാമ്പാറും ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. പച്ചുമണി അങ്ങനെ ഓഫീസിൽ പോവാണ്. അപ്പം ഞാൻ ഇവിടെ ചീര കഴുകി വെച്ചിട്ടുണ്ട്. ഇനി ഇത് അരിയണം. ഒരു ചീരത്തോരനും ഒരു പയറ് മെഴുക്കുവരട്ടിയാണ് വീക്ഷിക്കുന്നത്, അതിനി ഉണ്ടാക്കണം. അതുപോലെ പയറും ഞാൻ കഴുകി വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെയും ഒരു മെഴുക്കുവരട്ടി ഉണ്ടാക്കണം. എനിക്ക് വെജിറ്റബിൾസ് ഭയങ്കര ഇഷ്ടമാണ്, അപ്പോൾ ഒരു തോരനും ഒരു മെഴുക്കുവരട്ടിയും എന്തായാലും ഉണ്ടാവും. ഇതെല്ലാം ഉണ്ടാക്കണം. ഞാനിപ്പോൾ കഴുകി വെള്ളം വരാൻ വേണ്ടി വെച്ചിട്ട് എൻ്റെ ചോറ് റെഡി ആയിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ചീര ഏകദേശം സെറ്റായിട്ടുണ്ട്. അരപ്പൻ അതും ഇട്ട് കൊടുക്കും. എനിക്ക് ഒന്നിലധികം കറി വേണം, അതേ എനിക്ക് ഭക്ഷണം കഴിക്കാനുണ്ടാവും. ഇന്നും തേങ്ങ പൊടി എപ്പോഴും എൻ്റെ തോരൻ മിക്കവാറും തോരൻ കൂടാതെ തേങ്ങ കൂടാറുണ്ട്. എനിക്ക് ഇത്രയും തേങ്ങ പ്രശ്നമല്ല, എന്നാലും കുഴപ്പമില്ല. അതുപോലെ തന്നെ നമ്മുടെ പയർ ഉപ്പേരിക്കുള്ളതും പയർ വെന്തോണ്ടിരിക്കുന്നു. ഇതും ഉടനെയാകും. അപ്പം എൻ്റെ പയർ മെഴുക്കുവരട്ടി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ ആ നേരം കൊണ്ട് ഞാൻ ഓഫീസിലേക്ക് കൊണ്ടുപോകാൻ കുറച്ച് സ്നാക്സ് എടുക്കുമായിരുന്നു. ഇതൊരു കൈപ്പിടി ഉള്ളൂ, ബദാം, കറുത്ത മുന്തിരിങ്ങ, പിന്നെ പിസ്ത, അതെല്ലാം ഉണ്ട്. അപ്പോൾ ഇത് കുറച്ചെടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ഓഫീസിൽ കൊണ്ടുപോകും, കാരണം എനിക്കൊരു 12 മണിയാകുമ്പോൾ എനിക്ക് വിശക്കും. ഇപ്പം ഞാൻ ഭക്ഷണം കഴിച്ചാലും കുറച്ച് കഴിയുമ്പോൾ എനിക്ക് വിശക്കും. അപ്പോൾ വെറുതെ ഒന്ന് കുളിക്കാം. ഞാൻ പിന്നെ ഒരു ഓറഞ്ചും കൂടി എടുത്തിട്ടുണ്ട്. ഞാൻ കൂടുതൽ വിശന്നാലും എന്ന് വെച്ചിട്ട് ഒരു ഓറഞ്ചും എടുത്തു. അപ്പോൾ ഇതും കൂടി സ്നാക്സ് ആയിട്ട് ഞാൻ ഓഫീസിൽ കൊണ്ടുപോകും. അപ്പോൾ എൻ്റെ കുപ്പിയിലെ വെള്ളവും നിറച്ചു ഞാൻ. ഇത് 1 ലിറ്ററിൻ്റെ വെള്ളമുണ്ട്. അപ്പോൾ അതും കഴിഞ്ഞിട്ട് വെള്ളം കഴിഞ്ഞു. അപ്പോൾ ഞാൻ ജീരവെള്ളവും കൂടി വെച്ചിട്ടുണ്ട്. ഇനി അതും കൂടി തിളച്ച ശേഷം കുളിക്കാൻ പോകാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മുടെ ഉച്ചയ്ക്കത്തെ കറിയും സെറ്റായിട്ടുണ്ട്. ചീരത്തോരൻ, പയർ മെഴുക്കുവരട്ടി. പയർ മെഴുക്കുവരട്ടി ചുമ്മാ വെച്ചതേ ഉള്ളൂ, ഉള്ളിയൊന്നും ഇട്ടിട്ടില്ല, വെറുതെ മുളക് പൊടി ഇട്ടിട്ട് വെച്ചുള്ളൂ. എനിക്കൊരു തോരനും ഒരു മെഴുക്കുവരട്ടിയും വേണം ചോറ്. പിന്നെ സാമ്പാർ ഉണ്ട്, രാവിലത്തെ സാമ്പാറും ഉണ്ട്, ചോറും വെച്ചു. അപ്പോൾ ഉച്ചയ്ക്കത്തെ പരിപാടിയും കഴിഞ്ഞു. ഇനി വെള്ളം തിളയ്ക്കാനുണ്ട്. കുടിക്കാനുള്ള വെള്ളം കൂടി തിളപ്പിച്ചതിന് ശേഷം ബാക്കി കാര്യങ്ങളിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ വെള്ളം വെച്ചിട്ടുണ്ടല്ലോ, ജീരവെള്ളം. അപ്പോൾ അത് തിളയ്ക്കുന്ന വരെ കുറച്ച് നേരം നടക്കാമെന്ന് കരുതി. നടക്കുക. കുളിയെല്ലാം കഴിഞ്ഞു. ഇനി വിളക്ക് വെച്ചിട്ട് ഭക്ഷണം കഴിക്കും. ഹലോ, അപ്പോൾ നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞു, പ്രാർത്ഥിച്ച് കഴിഞ്ഞു. ഫുഡ് കഴിക്കാൻ പോകും. ഭയങ്കര വിഷമം. സമയമാവും. അപ്പോൾ ശരി, ഫുഡ് കഴിച്ച് കഴിഞ്ഞു അടുത്തേക്കാം. അപ്പോൾ ഫുഡ് കഴിച്ചു. ഇനി വേഗം നമുക്കൊന്ന് റെഡി ആവണം. പിന്നെ സ്നാക്സ് എല്ലാം എടുത്ത് ബാഗിൽ വെച്ചു, എല്ലാം സെറ്റാക്കി.
ഇനി ഡ്രസ്സ് ചെയ്ത് മതി. അപ്പോഴേക്കും എൻ്റെ ഫ്രണ്ട് വെയിറ്റിംഗ് ആയിരിക്കും. ബസ് സ്റ്റോപ്പിൽ അവൾ വരും. അപ്പോൾ ഞാൻ ഫ്രണ്ടിൻ്റെ കൂടെ പോവാം ഓഫീസിലേക്ക്. ഇനി നമുക്ക് റെഡി ആയിട്ട് കാണാം. ഓക്കെ, അപ്പം ഞാൻ റെഡിയായി. തലയിൽ കുറച്ച് എണ്ണയൊക്കെ തേച്ചിട്ടുണ്ട്. ഭയങ്കര ഡ്രൈനെസ് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ കുറച്ച് എണ്ണയൊക്കെ തേച്ചു. അപ്പോൾ ഇനി ഫ്രണ്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. ഫ്രണ്ട് വിളിക്കും. അപ്പോൾ നമുക്കിവിടെ കുറച്ച് നടക്കാനുണ്ട് ബസ് സ്റ്റോപ്പിലേക്ക്. അപ്പോൾ ഫുൾ റെഡിയായി കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. ഇനി ഫ്രണ്ട് വിളിച്ചാൽ പോവാം. ഇനി അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് വരും. ഊണ് കഴിച്ചിട്ട് ഉച്ച വരെ ഞാൻ ഓഫീസിലിരിക്കുള്ളൂ. അത് കഴിഞ്ഞ് വർക്ക് ഫ്രം ഹോമാണ്. അപ്പോൾ ഉച്ചയ്ക്ക് വേണം ലഞ്ചിന്. അപ്പം ഞാൻ ഓഫീസിൽ പോവാണ്. കാറിൽ കയറി. അപ്പം എൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ കയറണേ വാണി. വാണി എന്നെ സേഫായിട്ട് ഓഫീസിലെത്തിക്കുക, തിരിച്ച് വീട്ടിലെത്തിക്കുകയാണ്. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൽ ഒരാളാണ്. അപ്പോൾ ഇനി ഓഫീസിൽ പോയിട്ട് ഓഫീസിനുള്ളിലൊന്നും കാണിക്കാൻ പറ്റില്ല, അത് സെക്യൂരിറ്റി വയലേഷൻ ആയതുകൊണ്ട് അതൊന്നും കാണിക്കാൻ പറ്റില്ല. തിരിച്ച് വന്ന് ഉച്ചയ്ക്ക് നമുക്ക് ഈ വീണ്ടും തുറക്കാം. ഹലോ, അങ്ങനെ ഞാൻ വീടെത്തി. ഓഫീസ് കഴിഞ്ഞിട്ട് ഞാൻ ഊണ് കഴിക്കാൻ പോവാം. അപ്പം എൻ്റെ പ്ലേറ്റിൽ ചോറ്, ചീരത്തോരൻ, പയറുമെഴുക്കുവരട്ടി, കുറച്ച് ഇത് അതിൻ്റെ പേര് നെല്ലിക്ക അച്ചാർ, പിന്നെ കുറച്ച് സാമ്പാർ കൂടി. ഇതാണ് എൻ്റെ ലഞ്ച്. ഇനി നമുക്ക് ലഞ്ച് കഴിക്കാം. കൂടെ മോരും ഉണ്ട് കേട്ടോ. ഇത് ഞാൻ ഉടനെ കഴിക്കുന്നുണ്ടാവില്ല, ഉടനെ കഴിക്കാനുള്ള സ്ഥലം ഉണ്ടാവില്ല. അപ്പോൾ ഊണ് കഴിച്ച് ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ മോര് കുടിക്കുന്നുണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് ലഞ്ച് കഴിക്കാം. ഊണ് കഴിക്കാം. എന്നെ കണ്ടിട്ട് ആരും പേടിക്കണ്ട. ഞാൻ ഓഫീസിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ കൈയും കാലും മുഖമൊക്കെ കഴുകും. ചുമ്മാ വെള്ളത്തിലിട്ട് കഴുകുള്ളൂ. അപ്പോൾ കൺമശിയൊന്നും പോവില്ല. അതാണ് ഇങ്ങനെ ഫുൾ ബ്ലാക്ക് ആയിട്ടിരിക്കുന്നത്. ഇനി ഊണ് കഴിച്ച് കഴിഞ്ഞിട്ട് ബാക്കി ഞാൻ വർക്ക് ഫ്രം ഹോമാണ്. അപ്പം വേറെ വലിയ പരിപാടിയൊന്നുമില്ല. ഊണ് കഴിച്ച് കഴിഞ്ഞു, പാത്രവും കഴുകി കഴിഞ്ഞു. അത് കഴിഞ്ഞ് കുറച്ച് നേരം നടക്കാമെന്ന് വിചാരിച്ചു. ഹെവിയായി. അപ്പോൾ ഇത്തിരി നടന്നു കഴിഞ്ഞാൽ കുറച്ച് സുഖം കിട്ടും. അപ്പം അച്ചു വന്നതായതുകൊണ്ട് ചായ കുടിക്കാൻ പോകുന്നു. ഞാൻ വൈറ്റ് അല്ലേ? അപ്പോൾ നമ്മുടെ ഡേ ഇൻ മൈ ലൈഫ് ഇവിടെ അവസാനിക്കുകയാണ്. ഇനി ഭക്ഷണമൊക്കെ കഴിച്ചു, എല്ലാം കഴിഞ്ഞിട്ട് ഇനി ഉറങ്ങാൻ പോവാം. അപ്പം ഇത്രയേ ഉള്ളൂ എൻ്റെ ചെറിയ ഡേ ഇൻ മൈ ലൈഫ്, ഡേ ഇൻ മൈ പ്രഗ്നൻസി ലൈഫ്. അത് അപ്പം അതോടെ കഴിഞ്ഞു. അപ്പം എല്ലാവർക്കും ബൈ. ശരി, എൻ്റെ ഈ ഡേ ഇൻ പ്രഗ്നൻസി ലൈഫ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ like, share and subscribe. Bye. Good night.